ഹായ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നലെ മലപ്പുറം ജില്ലയിലെ മുറാടി പാലത്തിൽ നിന്നും കടലുണ്ടി പുഴയിലേക്ക് ചാടിയ യുവാവിനെ കണ്ടെത്തി എന്നുള്ള വിവരം അറിയിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, ഇന്നലെ 10 മണിക്കായിരുന്നു ആ യുവാവ് പൾസർ വണ്ടി, തൻ്റെ ബൈക്കായ പൾസർ വണ്ടി അവിടെ സൈഡാക്കിയ ശേഷം തൻ്റെ മൊബൈൽ ഫോണും ചെരുപ്പൊക്കെ ഊരി വെച്ച് നേരെ കുത്തൊഴുക്കുള്ള പുഴയിലേക്ക് ഒരു ചാട്ടം. അടിയൊഴുക്ക് കാരണം ഇന്നലെ റെസ്ക്യൂ ടീമൊക്കെ വന്ന ശേഷം വലിയ രീതിയിലുള്ള തെരച്ചിലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ നേരം വൈകുവോളം അവർ തിരഞ്ഞിട്ട് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് രാവിലെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കിട്ടിയിട്ടുള്ള വാർത്തയാണ് കണ്ടെത്തി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ 2 ലൈവാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ടെത്തിയോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ കണ്ടെത്തി എന്നുള്ള കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇതിന് ന്യൂസ് വന്നിട്ടുള്ള കാര്യം ഇങ്ങനെയാണ്. റെസ്ക്യൂ ടീം വിട്ടിട്ടുള്ളതാണ് കേട്ടോ. കടലുണ്ടി പുഴയിൽ മലപ്പുറം നൂറാടി പാലത്തിൽ നിന്നും വെള്ളത്തിലേക്ക് ചാടിയ യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തി. ഇന്നലെ രാവിലെ 10 മണിയോടെയാണ് സംഭവം. പിന്നെ ഈ ഒരു സഹോദരൻ്റെ നാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടി സ്വദേശിയാണ്. പേര് വിപിൻ എന്നാണ്. 27 വയസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇയാളുടേത് കരുതുന്ന ബൈക്കും ചെരുപ്പും മൊബൈൽ ഫോണും പാലത്തിന് സമീപത്ത് നിന്നും കണ്ടു കിട്ടിയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫോണിലേക്ക് ഭാര്യയുടെ കോൾ വന്നത് ആളെ തിരിച്ചറിയാൻ സഹായമായി എന്നാണ് പറയുന്നത്. പാലത്തിൽ നിന്നും ഒരാൾ പുഴയിൽ ചാടുന്നതും ഒഴുക്കിൽപ്പെട്ടു പോകുന്നതും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. മലപ്പുറം, പെരിന്തൽമണ്ണ, മഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സും നാട്ടുകാരും തിരച്ചിൽ നടത്തിയാണ് മൃതദേഹം കണ്ടെത്തിയതെന്നുള്ളതാണ് വാർത്തയിൽ വന്നിട്ടുള്ളത്. അതായത് മുസ്ലിയാരങ്ങാടിയുള്ള ഒരു സഹോദരനാണ്. വളരെ സങ്കടമാണ് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ ഒരു ബുദ്ധിയൊക്കെ തോന്നുക എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സങ്കടം. ആ കുടുംബത്തിന് താങ്ങാനുള്ള ഒരു കരുത്തുണ്ടാവട്ടെ. എന്താണ് ഇങ്ങനെ പുഴയിലേക്ക് ചാടാനുള്ള ഒരു സാഹചര്യം ആ സഹോദരൻ ഉണ്ടായതെന്ന് നമുക്കറിയില്ല. കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു വേദന തന്നെയാണ്. ഒരുപാട് പേരാണ് ഇതറിഞ്ഞിട്ട് ആ ഒരു പാലത്തിൻ്റെ മുകളിലൊക്കെ വന്ന് നോക്കി നിന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ മഴയില്ലാത്തത് ഇന്നും നിലക്കായിട്ട് വലിയൊരു ഭാഗ്യം തന്നെയാണ്. എന്തായാലും റെസ്ക്യൂ ടീമിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഫലം തന്നെയാണ് ആ ഒരു സഹോദരനെ കണ്ടെത്താൻ സാധിച്ചതെന്നുള്ളതാണ്. അത്രയും ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പുഴയിൽ നിന്നാണ് അവിടെ ചെന്നപ്പോൾ അറിയാൻ സാധിച്ചത്. കണ്ടെത്തി. ഇനി എങ്ങനെയൊക്കെയാണ് വീട്ടിലേക്ക് എപ്പോഴാണ് കൊണ്ടുവരുന്നുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അറിയിക്കുക. അപ്പോൾ ഒരുപാട് പേരോട് എനിക്ക് പറയാനുള്ളത്, ഇന്നലെ ഒരുപാട് പേര് ഈ ഒരു വീഡിയോ ഞാൻ ലൈവ് ഇട്ടപ്പോൾ ഒരുപാട് പേരിലേക്ക് ഷെയർ ചെയ്തെത്തിച്ചിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വിവരം കൂടി എത്തിച്ചാൽ കിട്ടും. കാരണം ഒരുപാട് പേര് കണ്ടെത്തിയോ എന്നുള്ള രീതിയിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. വേറെ വേദനയോട് കൂടിയാട്ടോ. കാരണം നമുക്കൊക്കെ ഉണ്ട്, മക്കളുണ്ട്, അതുപോലെ തന്നെ സഹോദരന്മാരുണ്ട്. ഇങ്ങനെ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ഒരു ജീവിതം എന്താ പറയുക നഷ്ടപ്പെടുത്തി പുഴയിലൊക്കെ ചാടി മരിക്കുമ്പോൾ അത് താങ്ങാൻ പറ്റാത്തതാണ് ഓരോ കുടുംബത്തിനും. ഇത്തരത്തിലുള്ള മരണങ്ങളൊന്നും ആർക്കും തോന്നാതിരിക്കട്ടെ, അങ്ങനെ മരിക്കണം എന്നൊന്നും തോന്നാണ്ടിരിക്കട്ടെ. ജീവിതമാണ്, ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും, അതിനെയൊക്കെ നേരിടാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തിച്ചാണ് ഓടി വന്നിട്ട് കേട്ടോ. മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കും. ഓക്കെ.